ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള മേടേമുക്കിലുള്ള നഴ്സറിയിലാണ്. അവിടെയുള്ള കുറച്ച് വിശേഷങ്ങളും അതേപോലെ തന്നെ കുറേ നല്ല കിടിലൻ വെറൈറ്റി മാവിനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത്. അതായത് നമുക്ക് നല്ല വെറൈറ്റികൾ നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് വെച്ച് കളിപ്പിക്കുന്നത് നല്ലതാണ്. ഇവിടെ അതാണ്ട് നല്ല അടിപൊളി വെറൈറ്റി ഇവിടെ തന്നെ ഉണ്ടാക്കി എടുത്ത നാടൻ മാവിനങ്ങൾ അടുത്ത സെറ്റ് റെഡി ആവുന്നുണ്ട്. ഇത് വിൽപ്പനയ്ക്ക് ഇപ്പോൾ തയ്യാറായിട്ടില്ല, ഞാനത് പറയാം. മേ ബി ഒരാഴ്ച കൂടെ കഴിഞ്ഞ് തളിരൊക്കെ ഒന്ന് മുറ്റിയതിന് ശേഷം നമ്മളിത് സെയിൽ ചെയ്യും. ഇതിനകത്ത് നാടൻ വെറൈറ്റിയാണ് കൂടുതലുള്ളത്. കർപ്പൂര മാങ്ങ, അതേപോലെ തന്നെ കിളിച്ചുണ്ടൻ മാങ്ങ, അതേപോലെ കുളമ്പി, വലിയ കുളമ്പി മാങ്ങ, ചെറിയ കുളമ്പി മാങ്ങ, അതേപോലെ തന്നെ ഡബിൾ സീസൺ കുടംപുളിയും തൈ ആവുന്നുണ്ട്. ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റായി കിട്ടും. അതേപോലെ തന്നെ ഇപ്പം കൊണ്ടുവന്ന് ഇറക്കിയ ലോഡിനകത്തുള്ള കുറേ ഗ്രാസുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അന്നേരം മാത്രമല്ല നമ്മളെ ഇവിടുത്തെ കൊല്ലത്തുള്ള മേടേമുക്കിലുള്ള നമ്മളെ നഴ്സറി ഏകദേശം ഒന്നുമില്ലായ്മയിൽ നിന്നും ഫുള്ള് സെറ്റായിക്കൊണ്ടിരിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുന്നു. അതുകൊണ്ടല്ലേ ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട് നഴ്സറി. ഓക്കെ, ആദ്യമായിട്ട് നമ്മളെ നഴ്സറിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആദ്യമേ കുറച്ച് താമര ഇരിപ്പുണ്ട്. കുറേ താമര, അതേപോലെ തന്നെ കുറച്ച് പേൾ ഗ്രാസ്, അതേപോലെ തന്നെ താമരയുടെ പല വെറൈറ്റികളും അവിടെ ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ, അതേപോലെ താഴോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് മോൺസ്റ്ററ, ഒരു രക്ഷയില്ലാത്ത പ്ലാന്റ് കേട്ടോ മോൺസ്റ്ററ ഡെലിസിയോസ. അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സെമി ഷെയ്ഡ് ഏരിയയിൽ ഇച്ചിരി വെയിൽ കൊണ്ടൊന്നും പറഞ്ഞിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരാൾ തരത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ വളർത്തിയ ഒരു വീട്ടിൽ നിന്ന് എടുത്ത ഒരു വലിയ പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ കുറച്ച് ആന്തോറിയം പ്ലാന്റുകൾ, അതൊക്കെ നമ്മൾ റാക്ക് സെറ്റ് ചെയ്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്, ഇൻഡോർ ഏരിയയാണ് ഈ സൈഡിൽ ഇട്ടേക്കുന്നത്. കാര്യം ഇവിടെ വെള്ളം ലൈറ്റായിട്ട് കയറുന്ന സ്ഥലത്ത് ചിപ്സ് ഇട്ടതിന് ശേഷം വെച്ചേക്കുന്ന കുറച്ച് കലാത്തിയ പ്ലാന്റുകൾ, അതേപോലെ തന്നെ നല്ല കുറച്ച് വെറൈറ്റീസ് തന്നെ ഉണ്ട്. കലാത്തിയുടെ കുറച്ച് വെറൈറ്റികൾ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പറഞ്ഞ പോലെ തന്നെ വലിയ കെയറൊന്നും ഇല്ലാതെ നമുക്കൊരു സെമി ഷെയ്ഡ് ഏരിയയിലൊക്കെ ഇച്ചിരി വെള്ളം കുറവാണെങ്കിലും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ സർവൈവ് ചെയ്യുന്ന പ്ലാന്റ് ആണ് കലാത്തിയ വെറൈറ്റി. അതേപോലെ തന്നെ നമ്മളെ ബിഗോണിയ പ്ലാന്റുകൾ, ബിഗോണിയയുടെ ചെറിയ പ്ലാന്റുകൾ, മീഡിയം സൈസ് പ്ലാന്റുകൾ, അതേപോലെ തന്നെ കണ്ടില്ലേ ഹാങ് കുറച്ച് പ്ലാന്റുകൾ, അതേപോലെ ബാക്ക് സൈഡിലൊക്കെ കുറച്ച് നമ്മളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മാവ് പ്ലാവ് എല്ലാം കാണാം. അതേപോലെ തന്നെ കുറച്ച് ഹാങ് പ്ലാന്റ് താഴെയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡെലിസിയോസയുടെ കുഞ്ഞുങ്ങളാണ്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. വളർന്ന് വരുമ്പോൾ അതിൻ്റെ ഫെനസ്ട്രേഷൻസ്, അതായത് ഇലയുടെ നല്ല കീറലൊക്കെ വരുമ്പോൾ കാണാൻ നല്ല ഗുമ്മായിരിക്കും. അതേപോലെ കുറച്ച് ലീഫ് ആന്തോറിയം, കുറച്ച് പ്ലാന്റ്, അതേപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ് ഒക്കെ അവിടെ നല്ല ഓട്ടം കിട്ടുന്ന പ്ലാന്റാണ്. അതേപോലെ തന്നെ ഇത് പേൾ ഗ്രാസ് ആട്ടോ, നല്ല രസമുള്ള പേൾ ഗ്രാസ്. ഇതെല്ലാം ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ്. ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ട്. അതിനകത്തൊരു പാസേജ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഇതാണ്ട് ഇവിടെ പേൾ ഗ്രാസിൻ്റെ ഒരു 10,000 സ്ക്വയർ ഫീറ്റോളം പേൾ ഗ്രാസ് ഇപ്പോൾ അവിടെ കാണണം. അതേപോലെ തന്നെ ഇത് മെക്സിക്കൻ ക്രോസ് ഹൈബ്രിഡ് ആണ്. മെക്സിക്കൻ ഗ്രാസിൻ്റെ തന്നെ ക്രോസ് ഹൈബ്രിഡ്. അതിപ്പം നമ്മൾ സെയിലിന് ഇറക്കിയിട്ടേക്കുന്ന പ്ലാന്റ് ആണ്. ഇത് നല്ല ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഇല്ലാത്ത പുല്ലും ഉണ്ട്, ക്വാളിറ്റി ഉള്ള പുല്ലും ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ലൈമറ്റിൽ ഉണ്ടാക്കിയെടുക്കുന്ന പ്ലാന്റ് ആണ്, അല്ല ബാംഗ്ലൂർ ഷീറ്റല്ല. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതേപോലെ വലിയ മെയിൻ്റെനൻസ് അതിനകത്ത് കാണിക്കത്തില്ല, ചെറിയ ലീഫായിരിക്കും. മറ്റേ കൊറിയൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബ്രോഡ് ലീഫായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ആരോ ചെടി പിടിക്കാൻ വന്നു. അന്നേരം ഇത് നമ്മൾ കുറച്ച് പ്ലാന്റേ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന കേട്ടോ. ഇതെല്ലാം മെക്സിക്കൻ ക്രോസ് കൊറിയൻ ആണ്. നല്ല പുല്ല്, നല്ല പച്ചപ്പുള്ള പുല്ലാണ്. അതിപ്പം ഇറക്കിയതിൻ്റെ ഒരു ചെറിയ ക്ഷീണമുണ്ട്. അതിപ്പം നല്ല 2 വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. അതേപോലെ തന്നെ നമ്മളിവിടെ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന നല്ല കിടിലൻ വെറൈറ്റി ഡബിൾ സീസൺ കുടംപുളിയും, അതേപോലെ ഡബിൾ സീസൺ കുടംപുളി നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ വീഡിയോ ഒക്കെ നേരത്തെ ഉള്ള കണ്ടവരെ ഒരുപാടുണ്ട്. അതേപോലെ കർപ്പൂരമാവ്, അതേപോലെ നാട്ടുമാവിൻ്റെ ഒരു ശേഖരം നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ്. കൽപ്പാടി മാവ് ഇപ്പം നല്ല ഡിമാൻഡുണ്ട്. കൽപ്പാടി മാവ് അതുപോലെ അന്യം നിന്ന് പോകുന്ന കുറേ പ്ലാന്റുകൾ നമ്മളിവിടെ വീണ്ടും സംരക്ഷിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ലോഡിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ച പുല്ലൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്നതും, അതേപോലെ തന്നെ പനകൾ, ഇന്ന് വന്ന ലോഡിലുള്ള പനകൾ, റെഡ് പാമിൻ്റെ ഒരു 8 അടി പൊക്കമുള്ള നല്ല അടിപൊളി പ്ലാന്റ്. ഇപ്പോൾ എല്ലാവർക്കും ഈ 4 അടി 5 അടി വയ്ക്കുന്നതൊക്കെ ഔട്ടായി. ഇപ്പോൾ വയ്ക്കുവാണെങ്കിൽ നമുക്ക് കാണണം. അത് മാത്രമല്ല പുല്ല് വയ്ക്കുമ്പോഴത്തേക്ക് ബോർഡറായിട്ട് ബാക്ക് സൈഡിൽ കൊടുക്കാൻ പറ്റുന്നതാണ് പന. നല്ല റെഡ് കളർ പനയാണെന്നുണ്ടെങ്കിൽ അത് നല്ല പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. പ്ലാന്റ് നല്ല ഹെവി ആയിട്ടിരിക്കും. പ്ലാന്റ് നല്ല ഹെവി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ലുക്കായിരിക്കും. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ചപ്പും അതിനകത്ത് ആ തണ്ട് നല്ല റെഡ് കളറിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് കാണാൻ തന്നെ വേറൊരു ആംബിയൻസ് ആയിരിക്കും. അതിന് മറ്റേ കല്ലൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ ബാക്ക് സൈഡിൽ ഈ മതിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കിഡുമായിട്ടിരിക്കും. അതുപോലെ പുല്ല് വെക്കുന്നതിൻ്റെ കെയർ മറ്റേ ചെടികൾ കണക്ക് തന്നെ അതിനകത്ത് കൊടുക്കുന്ന റഡാർ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. മണ്ണിനടിയിൽ നിന്നുള്ള ചെതല് കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു പരിധി വരെ സഹായിക്കുന്ന, ഒരു പരിധി നല്ല ഒരു 90% നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ മഞ്ഞളിപ്പ് മാറാനായിട്ട് നമുക്ക് എപ്സം സാൾട്ട് ലൈറ്റായിട്ട് കൊടുക്കുക. അതേപോലെ യൂറിയ പച്ചപ്പ് കിട്ടാൻ വേണ്ടി നല്ലതാണ്. അതിൽ ഫാക്ടംബോസ് ലൈറ്റായിട്ട് കൊടുത്താൽ പ്ലാന്റിന് നല്ല വളർച്ച വരും. അതേപോലെ തന്നെ നമ്മൾ ലോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഫാക്ടംബോസ് ലൈറ്റായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഒരു കാ കിട്ടി. കായിൽ കട്ട് ചെയ്തപ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടുള്ള കാ,
അതേപോലെ തന്നെ നല്ല രുചിയുണ്ട്. വെള്ള പോലല്ല, റെഡ് അത്യാവശ്യം രുചിയുള്ള സാധനമാണ് കേട്ടോ. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങളെ ഒരുപാട് ബോറടിപ്പിച്ചിട്ടുണ്ടാവത്തില്ല എന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ ആശ്രാമത്ത് നമ്മളൊരു എക്സിബിഷൻ വരുന്നുണ്ട്. കൊല്ലം ആശ്രാമം മൈതാനത്ത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊല്ലം ആശ്രാമം മൈതാനം. അന്നേരം നമുക്ക് നേരിട്ട് അവിടെ വെച്ച് കാണാം. അപ്പം നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ മാവിൻ്റെയൊക്കെ സെയിൽ അവിടെ വെച്ച് നടത്താം. അതേപോലെ തന്നെ നാടൻ മാവിനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊല്ലത്ത് ആശ്രാമം മൈതാനത്ത് നമ്മളെ കുമാർ നേഴ്സറിയുടെ പവലിയനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു നേരിട്ട് കാണാം, മാവൊക്കെ മേടിക്കാം. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ ശുഭദിനം നേരുന്നു. താങ്ക് യു.